ഹായ് ഗൈസ്, ഇന്ന് നമുക്കൊരു തോട്ടിൽ പോകുന്ന വ്ളോഗായാലോ. വെക്കേഷനൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ അവർക്കൊരാഗ്രഹം തോട്ടിൽ പോകണമെന്ന്. കുഞ്ഞുങ്ങളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണ്ടേ. ഇത്രയും ചെറിയ ആഗ്രഹം പറയുമ്പം നമുക്കത് ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ന് തോട്ടിലോട്ട് പോകാമെന്ന്. അപ്പോൾ വിചാരിച്ചെന്നാൽ വീഡിയോ എടുത്ത് പണ്ടൊക്കെ നമ്മൾ തോട്ടിൽ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കത്തില്ല. ഇപ്പം എന്നാൽ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ തോട്ടിൽ പോകുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടൊരു സാധനമാണ് താളി. അങ്ങനെ താളി പറിക്കാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിൽ പോയി താളിയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് താളിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒരു കുപ്പിയിലോട്ടാക്കി പാക്ക് ചെയ്ത് ഞങ്ങൾ 3 പേരും കൂടെ തോട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ്, കുറച്ച് നടക്കണം. കുറച്ച് നടന്ന് കനാലിൻ്റെ കനാലിൽ കൂടെയൊക്കെ നടന്ന് വേണം നമുക്ക് തോട്ടിലെത്തേണ്ടത്. കനാൽ അടച്ചിട്ടേക്കാണ്. 2 ദിവസം മുന്നേ കനാൽ തുറന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അടച്ചിട്ടേക്കും, അല്ലെങ്കിൽ വെള്ളം കണ്ടേനെ. അങ്ങനെ പെട്ടെന്ന് ജുവലിന് കീയും എടുത്തില്ല, ടർക്കി എടുത്തില്ല, സോപ്പും എടുത്തില്ല, ഒന്നും എടുക്കാതെ ഞങ്ങൾ തോട്ടിലോട്ട് പോകുന്നു. പെട്ടെന്ന് ജുവൽ തിരിച്ചു ഓടിയിട്ട് വണ്ടിയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് അവൾമാരുണ്ടാക്കിയ ബോട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല. തോട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബോട്ടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ തോട്ടിലോട്ട് പോവാം. ഈ കനാലിൻ്റെ അപ്പുറത്ത് കാണുന്ന പണ്ട് ഫുള്ള് വയലായിരുന്നു കേട്ടോ. ഫുള്ള് വയലും നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാൻ. ഫുള്ള് വയലും മറ്റേ കട്ടക്കുളം അങ്ങനെയൊക്കെ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തോട്ടിലോട്ട് പോവാം. കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് പോകാം. പണ്ടൊക്കെ ഞങ്ങൾ തോട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നൊരു ജാഥ തന്നെ കാണും. തോട് ഫുൾ ആളാണ്. ഇവിടെ വരുമ്പോഴോ തോട്ടിൽ ഫുൾ ആളായിരിക്കും ഈ വെക്കേഷൻസ് ടൈമിലൊക്കെ, എൻ്റെയൊക്കെ വെക്കേഷൻ ടൈമിൽ. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ബോട്ടൊക്കെ ഞങ്ങൾ ഒഴുക്കി വിട്ട് നല്ല വൈബായിട്ടിരിക്കുമായിരുന്നു. അവൾമാർ പിന്നെ തോട് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകത്താണ്. അത് തുണിയൊന്നും കഴുകാൻ കൊണ്ടുവന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ എടുത്തോട്ടൊരു അപ്പൂപ്പൻ താടിയൊക്കെ പറന്ന് വന്ന് അതിന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവർ ഫുൾ എൻജോയ്മെൻ്റ് ആൻഡ് വൈബായിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ രണ്ടും പോയി വീണു. അങ്ങനെ പിന്നെ ഡാൻസായി, പാട്ടായി, ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് നല്ലൊരു വൈബായിരുന്നു. പിന്നെ കൊണ്ടുപോയ താളിയൊക്കെ തേച്ച് തലയൊക്കെ കഴുകി കുളിച്ച് ഞങ്ങൾ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.